നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ നിന്നിട്ട് അന്നേരം എന്തൊക്കെ കമന്റുകൾ പഠിച്ചു? ഇനീഷ്യലി നമ്മൾ ഓട്ടോകാഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ലിമിറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനീഷ്യൽ സെറ്റിംഗ്സ് എന്തൊക്കെയാണ്? യൂണിറ്റ് ആണ് ഒന്ന്, രണ്ട് ലിമിറ്റ് ആണ്. ഓക്കെ, പിന്നെ സൂം ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അത് പഠിച്ചു. ഓക്കെ, പിന്നെ ഏതൊക്കെ കമന്റുകളാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ കമന്റ്സ് നമ്മൾ പഠിച്ചു? യെസ്, ലൈന് പഠിച്ചു. റെക്ടാങ്കിൾ. ഓക്കെ, റെക്ടാങ്കിൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചത്? യെസ്, ലൈന്, റെക്ടാങ്കിൾ, സർക്കിൾ, ഓഫ്സെറ്റ്, ട്രിം, എക്സ്റ്റെൻഡ്. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, എല്ലാം ഉഷാറാണ്. ഓക്കെ, ഓക്കെ 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 താങ്ക് യു വെരി മച്ച്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ കമന്റിന്റെ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഓട്ടോകാഡിൽ ചെയ്യാനുള്ളത്. വേറെ ഒന്നുമില്ല, കുറച്ച് ടൂളുകൾ പഠിക്കുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കുക, എന്നിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. പരിപാടിയുള്ളൂ, സിമ്പിൾ ആണ്. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് വരുന്നത് ക്ലിയർ അല്ലേ സ്ക്രീന്? അപ്പൊ ഇന്നലെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഓട്ടോകാഡ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? യൂണിറ്റ്, ലിമിറ്റ്, സൂമുകൾ സെറ്റ് ചെയ്യണം. യെസ്, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോയിങ്ങിലോട്ട് പോവുക. യെസ്, അതായത് നമ്മൾ ഇന്നലെ ലൈൻ പഠിച്ചു, സർക്കിൾ പഠിച്ചു, റെക്ടാങ്കിൾ പഠിച്ചു, ട്രിം, ഓഫ്സെറ്റ്, കോപ്പി, മൂവ്, എക്സ്റ്റെൻഡ്, മിറർ, ഹാച്ച്. അപ്പൊ ഇന്നലെ ആരൊക്കെ ഇത് ചെയ്ത് നോക്കി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾ? ചെയ്ത് നോക്കിയ ആളുകളൊന്ന് റെസ്പോണ്ട് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ.
ഹലോ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യണം ആദ്യം. യെസ്, അപ്പൊ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, യൂൻ എൻ്റർ അടിക്കുന്നു, യൂണിറ്റ് സെറ്റ് ചെയ്യുന്നു, അത് മീറ്ററിൽ സെലക്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഓക്കെ അടിച്ചു. ഓക്കെ, എന്നിട്ട് അടുത്ത ലിമിറ്റ് ആണ് LIMITS അടിക്കുന്നു, ലിമിറ്റ് എൻ്റർ അടിക്കുന്നു, ലിമിറ്റ് 00 അല്ലെ, 0,0 അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ലെഫ്റ്റ് കോർണർ നമ്മൾ സെറ്റ് ചെയ്യുന്നു, അപ്പർ റൈറ്റ് കോർണർ നമ്മൾ ഒരു 1000 കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നലെ ചെയ്ത ആളുകൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടാവും യൂണിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ? സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. സംശയം ആർക്കെങ്കിലും ഉണ്ടാവും? ഓക്കെ, അപ്പൊ നമ്മള് എൻ്റർ അടിച്ച് നമ്മളെ യൂണിറ്റും ലിമിറ്റും ഒക്കെ സെറ്റ് ചെയ്തു. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ ഇല്ലേ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യട്ടോ നിങ്ങള്. യെസ്, ഉണ്ടോ? സംശയം ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ലെങ്കിൽ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൂളിലോട്ട് നമുക്ക് പോവാം. അടുത്തതാണ് നമുക്ക് നാലാമത്തെ, യെസ്, ഫില്ലറ്റ്. എന്താണ് ഫില്ലറ്റ്? ഫില്ലറ്റ് എന്ന ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക്. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോക്കാഡിലോട്ട് പോവാണ്. ഓട്ടോകാഡ് എടുത്തു. ഫില്ലറ്റ് പറഞ്ഞാൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഒരു ലൈൻ കമന്റ് എടുത്ത് നമ്മൾ വരക്കാൻ ലൈൻ വരച്ചു. ഓക്കെ, ഇങ്ങനെ ലൈൻ വരക്കാണ്. ഓക്കെ, ഇങ്ങനെ വരച്ചു. അപ്പൊ ഫില്ലറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ലൈൻ നമുക്ക് ഇതൊന്ന് ഇവിടെ കൂട്ടിമുട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നോക്കാം, ഫില്ലറ്റ് എന്ന കമന്റ് വർക്ക് ചെയ്യണം. ആണ് ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട്. എഫ് അടിക്കുക, എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ സ്പേസ് അടിക്കുക. എന്നിട്ട് ചോദിക്കണം നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനാണ്. ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇതും സെലക്ട് ഉണ്ടോ? ഈ ഒബ്ജക്റ്റ് സെലക്ട്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്തു? കൂട്ടിമുട്ടി, ഫില്ല് ചെയ്തു. അത് രണ്ട് ജോയിൻ ചെയ്യുന്ന ഒരു പാർട്ടിൽ ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ലൈൻ നമ്മൾ ഇവിടെ വരച്ചു, ഒരു പാരലൽ ലൈൻ. പെർപെൻഡിക്കുലർ ലൈൻ വരക്കാൻ പെർപെൻഡിക്കുലർ മോഡ് എഫ്8 ഓപ്പൺ ആക്കിയിട്ടാൽ മതി. ഓക്കെ, ഇതിന് നമ്മൾ ഒരു ഓഫ്സെറ്റ് എടുത്തു. സപ്പോസ് ഓഫ്സെറ്റ് എൻ്റർ അടിക്കുന്നു, ഓഫ്സെറ്റ് എടുക്കുന്നു. ഒരു 100 മീറ്ററുള്ള ഒരു ഓഫ്സെറ്റ് ഈ ലൈനിന്റെ. സപ്പോസ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇതിന്റെ 100 മീറ്ററിൽ നമ്മൾ ഒരു ഓഫ്സെറ്റ് എടുത്തു. ഇനിയിട്ട് നമുക്ക് ഇവിടെ ഇത് രണ്ടും ഇവിടെ ഒരു കർവ് ബിൽഡ് ചെയ്യണം. ഇതിനൊരു ഇത് കർവ് ആക്കിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യണം. ഫില്ലറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ എൻ്റർ അടിക്കുന്നു, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. കണ്ടോ, ഇങ്ങനെ ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഫില്ലറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിക്കുക. ക്ലിയർ ആണോ ഫില്ലറ്റിന്റെ പർപ്പസ് എന്താന്നുള്ളത്? കണ്ടോ, ഇങ്ങനെ നമ്മൾ രണ്ട് കർവുകളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ലറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കമന്റ് ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട് എന്താണ്? ഷോർട്ട് കട്ട് എന്താണ്? എഫ് അടിക്കാം. യെസ് ഓണ, യെസ് വിഷ്ണു, യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൂളാണ് ബ്ലോക്ക്. ഓക്കെ, എന്താണ് ബ്ലോക്ക്? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച ഇമേജസ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡ്രോയിങ് ആണ് അല്ലെ, ഒരു പ്ലോട്ട്, നമ്മൾ ഇതൊരു പ്ലോട്ടാണ് സപ്പോസ് ചെയ്തിരിക്കുക. വേറൊരു ഡ്രോയിങ് ഇപ്പൊ REC എൻ്റർ എന്ന് അടിച്ചാൽ നമുക്ക് റെക്ടാങ്കിൾ കിട്ടും അല്ലെ. ഓക്കെ, ഇങ്ങനെ വരച്ച ഫിഗേഴ്സ് ഒക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ് ബ്ലോക്ക്. ഓക്കെ, BLOCK എന്ന് അടിക്കുക, അല്ലെങ്കിൽ B എൻ്റർ എന്ന് അടിച്ചാലും മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പ്, ഇപ്പൊ ഈ വരച്ച ഈ രണ്ട് റെക്ടാങ്കിൾ ഉണ്ട്, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലോക്കിന് ഒരു പേര് ചോദിക്കും ആദ്യം. അപ്പം B എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കിന് ഒരു പേര് ചോദിക്കും. ഒരു പേര് നമുക്ക് ഇടാം. ഇത് നമുക്ക് സപ്പോസ് നമ്മളൊരു വലിയ വലിയ പ്ലാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു വീടിന് എന്തൊക്കെ ഉണ്ടാവും? വീടിന് ഫൗണ്ടേഷൻ ഉണ്ടാവും, വാൾ ഉണ്ടാവും അല്ലെ, വിൻഡോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവില്ല. പ്ലാൻ വരയ്ക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണിക്കാം. പ്ലാൻ ഉണ്ടാവും, അതിന്റെ സെക്ഷൻ എലിവേഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓരോന്നിനും, ഇപ്പോൾ ഒരു വീടിന്റെ പ്ലാൻ തന്നെ വരയ്ക്കുമ്പോൾ, ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ അതിലുണ്ടാവും വാള് നമ്മൾ വരക്കേണ്ടി വരും, ഡോറ് വരക്കേണ്ടി വരും, വിൻഡോ വരക്കേണ്ടി വരും, ഇതൊക്കെ വരയ്ക്കാം. അപ്പൊ വിൻഡോ ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്ലോക്ക് ആക്കിയിട്ട് വെക്കാം, ഒരു ബ്ലോക്ക് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പൊ ബ്ലോക്ക് നമുക്ക് ബ്ലോക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരക്കുന്നതിന്റെ ഇടയിൽ ആ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. എന്നിട്ട് അതായത് നമ്മൾ ഫോൾഡറിൽ ബ്ലോക്ക് ആക്കി വെച്ചു, വിൻഡോ എന്നുള്ള ഒരു ഡ്രോയിങ് വരച്ചു, കറക്റ്റ് ഡയമെൻഷനിൽ വിൻഡോ വരച്ചു. പല രീതിയിലുള്ള വിൻഡോസ് ഒക്കെ നമുക്ക് ആവശ്യം വരും, പല ഡയമെൻഷനിൽ. അപ്പൊ അതൊക്കെ ഒരു ബ്ലോക്ക് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ ബ്ലോക്കിനെ നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും.
പുതിയ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനൊക്കെയാണ് പേർപ്പസ്. ബ്ലോക്കിന് ഒരു പേര് ഇടാൻ പറയും. അപ്പൊ നമ്മൾ സപ്പോസ് വിൻഡോ ആണ്, ഇപ്പൊ വിൻഡോ എന്ന് നമ്മൾ ഒരു പേരിട്ട്, അപ്പൊ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ വിൻഡോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റെഡിമെയ്ഡ് സാധനം ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി, ഗ്രൂപ്പ് ആക്കി വെക്കാം. അപ്പൊ വിൻഡോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പേര് കൊടുത്തു. അപ്പൊ ഈ ബ്ലോക്കിന് ഒരു പിക്ക് പോയിന്റ് വേണം, ഒരു പോയിന്റ്, ബ്ലോക്ക് സെലക്ട് ചെയ്ത ഒരു പിക്ക് പോയിന്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ പിക്ക് പോയിന്റ് എന്നുള്ള ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ, പിക്ക് പോയിന്റ് എന്ന് സെലക്ട് ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് ഇതാണ് ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ബ്ലോക്ക് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്താണ് ബ്ലോക്ക് ആക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സെലക്ട് ഒബ്ജക്റ്റ് നമ്മൾ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നതൊക്കെ, അപ്പോൾ സെലക്ട് ആണെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം, റെക്ടാങ്കിൾ മാത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു എന്നിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു, എന്നിട്ട് ഓക്കെ അടിക്കുന്നു. അപ്പൊ ഇതൊരു ബ്ലോക്ക് ആയിട്ട് മാറി, ഒരു ഗ്രൂപ്പ് ആയിട്ട് മാറി. ഇനി സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് മൊത്തം ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇതിന്റെ പിക്ക് പോയിന്റ് ഇവിടെയാണ്, എന്നിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. യെസ്. ഈ ബ്ലോക്കിൽ നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബ്ലോക്ക് ഇതിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ബ്ലോക്കിന് സെപ്പറേറ്റ് ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഉണ്ടാവും. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലെന്തേ എഡിറ്റ് ചെയ്യണമെങ്കിൽ, സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ എന്ത് വേണ്ടെന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ നമുക്ക് ബ്ലോക്കിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്താം എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ ബ്ലോക്ക് ക്ലോസ് ബ്ലോക്ക് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്യുന്നതിൽ ചേഞ്ചസ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ മാറി. ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് വരിക. ഈ പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് പിക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതാണ് ബ്ലോക്കിന്റെ പേർപ്പസ്. അപ്പൊ ഈ ബ്ലോക്കിന്റെ പേര് വിൻഡോ ആണ്. ഇനിയിപ്പോ വലിയ ഡ്രോയിങ് ബോർഡ് ആയിരിക്കും, വിൻഡോ വേണ്ട, വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ വരും. ഈ ബ്ലോക്ക് കണ്ടോ, ഈ ബ്ലോക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രോയിങ്ങിൽ കൊണ്ടുവരാനൊക്കെ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ബ്ലോക്കിന്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ബ്ലോക്ക് ആക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ബ്ലോക്ക് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും, എന്താണ് ബ്ലോക്ക് എന്നുള്ളതൊക്കെ. ഹലോ, എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ ബ്ലോക്ക് എന്താണ്, അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ഷോർട്ട് കട്ട് എന്താണ്? ഷോർട്ട് കട്ട് എന്താണ്? യെസ്, ബി. ബി എന്ന് അടിക്കുക, എന്നിട്ട് കമ്പ്യൂട്ടറിൽ സ്പേസ് ബാർ അടിക്കുക, അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പൊ ബ്ലോക്ക് ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിന് പേര് കൊടുക്കുക. എന്നിട്ട് ഒരു പിക്ക് പോയിന്റ്, നമ്മൾ ഇതിന്റെ പിക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുപോലെ ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ആക്കിയിട്ട് ഓക്കെ അടിച്ചാൽ വരും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. യെസ്, നോ. മിഥുന് ക്ലിയർ അല്ലേ? എന്താ മിഥു അല്ലേ? ഭദ്ര ക്ലിയർ ആണ്. ഓക്കെ, വിഷ്ണു യെസ്, എല്ലാവരും ഓക്കെ ആണ്. ബാക്കി എല്ലാവർക്കും ക്ലിയർ തന്നെയാണോ? സിയ സെയിൻ ഓക്കെ ആണോ? വിജോയ് വർഗീസ്, വസീം, വൈഭവ്, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മൾ വെറുതെ ഒരു ഇന്റേൺഷിപ്പിന് വന്നു, വെറുതെ ഒരു ഓൺലൈൻ ക്ലാസ് കേട്ട് പോകുന്ന പോലെ ആരുത്. നിങ്ങൾ ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡ്രോയിങ് കുറച്ച് സിമ്പിൾ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പണിയില്ല. ഓട്ടോകാഡ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചോദ്യം ചോദിച്ചാലും ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വരാൻ ചാൻസ് കുറവ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ടെക്നിക്കൽ ടേംസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്, ഓട്ടോകാഡിന്റെ എക്സാമിന് നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് പ്ലാൻ വരയ്ക്കാനും പറ്റും. പിന്നെ വരയ്ക്കേണ്ട ഒരു ഐഡിയ ഉണ്ടായ, ഒരു കൺസെപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ടൂളുകളൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള എല്ലാ ടൂളും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വരയ്ക്കാറിയും, പിന്നെ വരച്ചാൽ പോരെ, സിമ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ അപ്പൊ നമ്മൾ പഠിച്ചത് ഒന്ന് ഫില്ലറ്റ് ആണ് പഠിച്ചത്. ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട് എന്താണ്? എഫ്. ഓക്കെ, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കോർണർ തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫില്ലറ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കർവ്, രണ്ട് ലൈൻ തമ്മിൽ കർവായിട്ട് ജോയിൻ ചെയ്യാൻ ഫില്ലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ പേർപ്പസ് ഉണ്ട് ഫില്ലറ്റിന്. പിന്നെ നമ്മൾ പഠിച്ച ബ്ലോക്ക് ഗ്രൂപ്പ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് എന്നുള്ള ടൂള് നമുക്ക് കമന്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് എക്സ്പ്ലോഡ് ആണ്. എക്സ്പ്ലോഡ് പറഞ്ഞാൽ എന്താ? പൊട്ടിത്തെറിക്കുക അല്ലെ, എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറയും. യെസ്, ആ വാക്കിൽ തന്നെ ഉണ്ട്. എക്സ് ആണ് ഷോർട്ട് കട്ട്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആക്കി, ഈ ഗ്രൂപ്പിനെ പൊട്ടിക്കണം. എന്ത് ചെയ്യാം, എക്സ് എന്നടിക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഏതാണോ പൊട്ടിക്കേണ്ടത്, ഇതിപ്പോ റെക്ടാങ്കിൾ ബ്ലോക്ക്
സെലക്ട് ചെയ്തിട്ട് എക്സ് അടിച്ചപ്പോൾ ആ ബ്ലോക്ക് പൊട്ടിക്കണ്ടോ? ഗ്രൂപ്പ് ആയിട്ടാണോ അപ്പൊ സെലക്ട് ചെയ്യുന്നത്? നേരത്തെ എങ്ങനെയായിരുന്നു? എല്ലാം ഒരുമിച്ചല്ലായിരുന്നു ഉണ്ടായിരുന്നത്? നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു, ഗ്രൂപ്പായിട്ട്. ഇതിനെ പൊട്ടിക്കാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്തിട്ട് എക്സ് അടിച്ചാൽ മതി. ഇത് പൊട്ടി, കണ്ടോ? ഗ്രൂപ്പ് ഒക്കെ പോയി സെപ്പറേറ്റ് ആയി, ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് എക്സ്പ്ലോഡിന്റെ പേർപ്പസ്. അതാണ്. ഇപ്പൊ ഇത് റെക്ടാംഗിൾ ആണ് അല്ലേ? ഇത് റെക്ടാംഗിൾ ആണ് വരച്ചത്. ഇപ്പൊ ഇത് റെക്ടാംഗിൾ ഒറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ റെക്ടാംഗിൾ നമുക്ക് പോട്ടി സെപ്പറേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എക്സ് അടിച്ചാലും മതി. ഇനി ഇത് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയോളൂ, കണ്ടോ? ഓരോ ലൈൻ സെപ്പറേറ്റ് ആയിട്ട് വന്ന്. ഓക്കെ, പേർപ്പസ് മനസ്സിലായോ എക്സ്പ്ലോഡിന്റെ? എക്സ് അടിക്കുക, എൻ്റർ അടിക്കുക, ഗ്രൂപ്പിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ സിംഗിൾ ലൈനെ സെപ്പറേറ്റ് ലൈനുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലിയർ ആണോ എക്സ്പ്ലോഡിന്റെ ഫംഗ്ഷന്? അപ്പൊ നമ്മൾ ബ്ലോക്ക് അടിച്ചു, ബ്ലോക്ക് ഗ്രൂപ്പ് ആക്കാം. ആ ഗ്രൂപ്പിനെ പൊട്ടിക്കണമെങ്കിൽ എക്സ്പ്ലോഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. എക്സ് ഏതാണോ പൊട്ടിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക, എക്സ് അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ മൗസിന്റെ റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് ക്ലിക്ക് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വലത്തോട്ട് റൈറ്റിലോട്ട് ലെഫ്റ്റ് ക്ലിക്ക് അമർത്തിയിട്ട് റൈറ്റിലോട്ട് നമ്മൾ ജസ്റ്റ് അമർത്തേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളറാ കാണാം സെലക്ഷൻ. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൗസ് കൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ഒറ്റ ക്ലിക്ക് എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി, ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ബ്ലൂ കളറിന്റെ ഉള്ളിൽ എന്തൊക്കെയാ വരുന്നത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് മൗസിന് രണ്ട് ക്ലിക്ക്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? സോറി, നിങ്ങൾക്ക് ഇവിടെ ഫോണിൽ ഞാൻ കാണിച്ചു തരാം. മൗസ് ഇതാണല്ലോ മൗസ് അല്ലേ? കാണുന്നുണ്ടോ മൗസ്? ഇത് മൗസ് ആണെന്ന്, ഇത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ജസ്റ്റ് ഒറ്റ ടാപ്പ് കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് അല്ലേ? ഈ ക്ലിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മള് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താ, കുറച്ച് ടൂളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫെഡ് ബോർഡ് ഉണ്ട്, ഐസൊലേറ്റ് ഉണ്ട്, എറേസ് ഇങ്ങനെ വരുന്നത്. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലോ, ഒന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്താൽ ബ്ലൂ ലൈനും ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്താൽ ഗ്രീൻ ലൈനും വരിക. ഓക്കെ, അത് ഇപ്പൊ ഈ ഒബ്ജക്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് അമർത്തിയിട്ട് റൈറ്റിലോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. വേറെ ഓപ്ഷൻ എന്താണ്, ആ ക്ലിക്ക് തന്നെ നടത്തിയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. അതിന്റെ ഇതിലെന്താ മാറ്റം നിങ്ങൾ പറയണം. ഇതിങ്ങനെ ഗ്രീൻ കളർ ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടോ, ഇത് സെലക്ഷൻ വന്നു. നേരെ മറിച്ച് ആ ഗ്രീൻ ബോർഡർ എവിടേക്ക് ടച്ച് ചെയ്യുന്നത് അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഗ്രീൻ ആവുമ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗവും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ബ്ലൂ ഷെയ്ഡ് ആകുമ്പോൾ മാറ്റം എന്താ, ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ സെലക്ഷൻ വന്നുള്ളൂ. കാരണം എന്താ, ബ്ലൂവിന്റെ ഉള്ളിലാണ് വന്നത്. നേരെ ഗ്രീൻ സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് മനസ്സിലായോ? ക്ലിയർ ആണോ? ചിലർക്ക് കത്തിയിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറയണോ? ആർക്കെയും മനസ്സിലാകത്തുണ്ടോ? യെസ്, മനസ്സിലാകത്തില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഓട്ടോകാഡ് നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് സെലക്ട് ബ്ലൂ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്താൽ മാത്രമേ സെലക്ഷൻ കിട്ടുള്ളൂ. ഗ്രീൻ ഷെയ്ഡ് ആകുമ്പോൾ ആ ഗ്രീൻ ഷെയ്ഡ് എവിടേക്ക് ടച്ച് ചെയ്യുന്നോ ഉണ്ടോ അതെല്ലാം സെലക്ഷൻ കിട്ടും. ഇതേ മാറ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ചില ആളുകൾ ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടൊക്കെ വരും സെലക്ഷനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങ് അറിഞ്ഞിരിക്കണം. ഓക്കെ, എക്സ്പ്ലോർ കഴിഞ്ഞു. പിന്നെ ആർക്ക്. യെസ്, ഞാൻ ആർക്കാണ്. ആർക്ക് എന്തിനാ? ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് എ എന്നാണ് ഷോർട്ട് കട്ട് കേട്ടോ. എന്നടിക്കുക, എൻ്റർ അടിക്കുക, ആർക്ക് വരക്കണം. ഈ പോയിന്റ് വെച്ചിട്ട് ഈ പോയിന്റിലോട്ട് നമുക്ക് ആർക്ക് വരക്കണമെങ്കിൽ കണ്ടോ, രണ്ട് പോയിന്റ് ടച്ച് ചെയ്തിട്ട് നമുക്ക് ആർക്ക് വരക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വരക്കണം. ഈ പോയിന്റ് സെലക്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ പോയി അങ്ങനെ ആർക്ക് വരക്കണമെങ്കിൽ കണ്ടോ എത്ര ഡിഗ്രിയിലാണ്. റേഡിയസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് എവിടെ ചോദിക്കുന്നുണ്ട്. സെലക്ട് ചെയ്തു, എന്നിട്ട് എത്ര റേഡിയസിലാണ് ആർക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ചോദിക്കുന്നത് എൻ പോയിന്റ്, അതായത് ആർക്ക് വരക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുക, ഒരു പോയിന്റ് ഉണ്ടാവും, രണ്ട് പോയിന്റ് ഉണ്ടാവും, അതിന്റെ റേഡിയസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആർക്ക് വരിക. രണ്ട് പോയിന്റ് നമ്മൾ കൊടുത്തു, ഇനി അതിന്റെ എത്ര റേഡിയസിൽ വരക്കണം എന്നാണ് ചോദിക്കണേ. അപ്പൊ നമുക്ക് എൻ പോയിന്റ് ഇങ്ങനെയൊക്കെ നമുക്ക് വരക്കാം. ആർക്ക് എ ആണ് ഷോർട്ട് കട്ട് കേട്ടോ. എ അടിക്കുക,
ആദ്യം ചോദിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഈ പോയിന്റ് ആണ് വെക്കാം. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ വേണ്ടത് ചോദിക്കേണ്ടത്. സെക്കൻഡ് പോയിന്റ് ഇതാണ്. സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്തു. യെസ്. ഇനി എൻ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, പിന്നെ എൻ പോയിന്റ്. എൻ പോയിന്റ് ഇപ്പൊ 3 പോയിന്റുകൾ കൂടുമ്പോഴാണ് ഒരു ആർക്ക് ആകുക. ഓക്കെ. ആർക്കിന് പല ടൈപ്പ് ഉണ്ട്. നീ കൂടെ ഇപ്പൊ സർക്കിൾ പല ടൈപ്പ് സർക്കിൾ വന്നു അല്ലേ. ആർക്കിന്റെ മുകളിൽ ടൂൾ ബാറിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ 1, 2, 3, 4ാമത്തെ ഓപ്ഷൻ ആർക്ക്. ആർക്കിന് 3 പോയിന്റ് ആർക്ക് ഉണ്ട്. സ്റ്റാർട്ട്, സെന്റർ, എൻഡ് ആർക്ക് ഉണ്ട്. സെന്റർ ആംഗിൾ ആർക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആർക്കുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തു, റേഡിയസ്, അങ്ങനത്തെ ആർക്കുകളുണ്ട്. അപ്പോൾ ആർക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട്, സെന്റർ, എൻഡ് എന്താ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു സെന്റർ പോയിന്റ് വേണം. ആർക്കിന്റെ സെന്റർ പോയിന്റ്, അതായത് റേഡിയസിന്റെ ഒരു പോയിന്റ് ഉണ്ടാവല്ലോ. ഓക്കെ. ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. എൻ പോയിന്റ് ആർക്ക് വെച്ചിട്ട് നമ്മൾ സർക്കിളും വരക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ. ആർക്ക് വെച്ച് നമുക്ക് സർക്കിളും വരക്കാം. അപ്പൊ സർക്കിൾ വരച്ചു. ഓക്കെ. ആർക്ക് വെച്ചിട്ട് സർക്കിൾ വരക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ 3 പോയിന്റ് ആർക്ക് ഉണ്ട്. 3 പോയിന്റ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ആർക്ക് വരക്കണേ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ സ്റ്റാർട്ട്, സെന്റർ, ലെങ്ത് അതുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് സെന്റർ പോയിന്റ് വേണം. സെന്റർ പോയിന്റ് എത്ര ലെങ്ത്തിൽ ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. ഇവിടെയാണ് വെച്ചാൽ ഇവിടെ ആക്കാം. എത്ര ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ലെങ്ത് നമുക്ക് 100 മീറ്റർ ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ 100 മീറ്റർ ലെങ്ത്തിൽ നമുക്ക് ഒരു ആർക്ക് വരയ്ക്കാനൊക്കെ പറ്റും. ഇങ്ങനെ. ഓക്കെ. ഇതൊരു ആർക്കാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരക്കാൻ പറ്റും. ആർക്ക് മനസ്സിലാവും. എ ആണ് ഷോർട്ട് കട്ട്. ആർക്ക് എന്ന ടൂൾ കിട്ടണമെങ്കിൽ എ അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ. എ അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് ആർക്ക് വരക്കുക. ക്ലിയർ ആണോ ആർക്ക്? എല്ലാവർക്കും ക്ലിയർ ആണോ? 49 പേരുണ്ട്. 49 പേർക്കും ക്ലിയർ ആണോ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്താണ്. ഓക്കെ. യെസ്, യെസ്. 3, 4, 5, 3 പേര്, 4 പേര്, 5 പേര്, 6 പേര്, 7 പേര്. ആർക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഫില്ലറ്റ്, ബ്ലോക്ക്, എക്സ്പ്ലോഡ്, ആർക്ക്. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? നമുക്ക് ഈ ഇത് ലൈനാണ് അല്ലേ. ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയും നമുക്ക് എങ്ങനെ അറിയണം? ചെയ്യേണ്ട എന്താ, DIS എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഡിസ്റ്റൻസിന് DIS കേട്ടോ. സോറി, DIST എന്നാണ് കേട്ടോ. DIST ആണ് ഡിസ്റ്റൻസിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് DIST. ഓക്കെ. ഡിസ്റ്റൻസ് എൻ്റർ അടിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കാണേണ്ടത്. അപ്പം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ കണ്ടോ, നമുക്ക് എത്രയാന്നുള്ളത് അവിടെ വെച്ചാൽ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയണം. ഈ പോയിന്റ് സെലക്ട് ചെയ്തു. കണ്ടോ, ഇവിടെ വെച്ചാൽ തന്നെ നമുക്ക് കണ്ടോ, ഇവിടെ വെച്ചാൽ തന്നെ ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. 2000 മീറ്റർ ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് DI, അല്ലെങ്കിൽ ഒന്നെങ്കിൽ DI നടിക്കുക, DI നടിച്ചാലും മതി, അല്ലെങ്കിൽ DIST നടിച്ചാലും മതി. ഓക്കെ. DI ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് ഉണ്ടോ, ഇവിടെ ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത്. നമുക്ക് ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷറിംഗ് ടാപ്പ് ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. DI കേട്ടോ. ഡിസ്റ്റൻസിന്റെ ഒന്നെങ്കിൽ DIST നടിക്കുക, അല്ലെങ്കിൽ DI നടിച്ചാലും മതി. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്ത് ഡയമെൻഷൻ ചെയ്യണമെങ്കിലോ എത്ര അവിടെ എഴുതി കാണിക്കണം. അതിനുള്ള ഷോർട്ട് കട്ടാണ് DLI, ഡയമെൻഷൻ ലൈൻ എന്ന് പറയും. ഓക്കെ. DLI എന്നാണ് ഷോർട്ട് കട്ട്. നമ്മൾ ഡയമെൻഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ട്, മുകളിൽ ടൂൾ ബാറിൽ ഡയമെൻഷൻ ഉണ്ട്. ഇത് എടുത്തിട്ട് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. ഒരു ഓപ്ഷൻ അതാണ്. ഇവിടെ സെലക്ട് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ഒക്കെ ഇവിടെ കാണിക്കും. അത് ഉണ്ടോ, 4000 മീറ്റർ ഡയമെൻഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഡയമെൻഷൻ ചെയ്ത് കാണിക്കണമെങ്കിൽ DLI ആണ് ഉപയോഗിക്കേണ്ടത്.
അപ്പൊ നിങ്ങൾക്ക് ഇത് മീറ്ററിൽ ഇത് കറക്റ്റ് ഇത് കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എടുക്കാണ്, നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തില്ല, യു എൻ എൻ്റർ അടിച്ചു അല്ലെ. ഇവിടെ പ്രിസിഷൻ 0.00 ആണ്, അതൊക്കെ നമ്മൾ മാറ്റി 0.0 കൊടുക്കുന്നു. മില്ലിമീറ്റർ ആണ് കൊടുത്തത്, അത് നമുക്ക് മീറ്ററിലാക്കുന്നു. ഓക്കെ, യൂണിറ്റ് ഒന്നും കൂടെ ഒന്ന് പ്രീസെറ്റ് ചെയ്തതാണ്. നമ്മൾ ലൈൻ വരക്കുമ്പോൾ മീറ്ററിലായിരിക്കും ഉണ്ടാകുക അല്ലെ. ഓക്കെ, എനിക്കൊരു 100 മീറ്റർ ലെങ്ത്തിൽ അല്ലെങ്കിൽ 1000 മീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരക്കണം. 1000 അടിച്ചു, എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പൊ ഇത് 1000 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. ഒന്ന് ഡയമെൻഷൻ ചെയ്ത് നോക്കാം. ഇത് അടിക്കേണ്ടത് DLI അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഈ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. യെസ്, വേണ്ട 1000 മീറ്റർ ലെങ്ത് ഉള്ള ലൈനാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇങ്ങനെ സൂം ചെയ്താൽ ഇത് കിട്ടണുള്ളൂ അല്ലെ. സൂം ചെയ്യാതെ നമുക്ക് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ഇത് വലുതാക്കണമെങ്കിൽ എന്താ ചെയ്യാം, ഡയമെൻഷൻ വലുതാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഡയമെൻഷൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, കണ്ടോ, ഇങ്ങനെ ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ഡയമെൻഷന്റെ സെറ്റിംഗ്സിലൊക്കെ നമുക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ്. DLI ആണ് ഡയമെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഡിം സ്റ്റൈൽ എന്നാണ് പറയാം. എന്താണ് ഡിം സ്റ്റൈൽ? ഓക്കെ, ഡയമെൻഷന്റെ സെറ്റിംഗ്സ് ആണ് ഡിം സ്റ്റൈൽ. DIM അത് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്നുകൂടെ DIMSTY എന്ന ഡയമെൻഷൻ സ്റ്റൈൽ എന്നാണ് അതിന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ നമ്മൾ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള ടാബ് വരും. മോഡിഫൈ എന്നുള്ള കൊടുക്കുക. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡയമെൻഷന്റെ ഓരോ കാര്യങ്ങൾ ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് നമുക്ക് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഭയങ്കര ചെറുതാണ്. വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റിന്റെ ഹൈറ്റ് ഇവിടെ 2.5 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 5 കൊടുക്കാം. ഓക്കെ, നമുക്ക് സൈസ് എത്ര വേണ്ട കൊടുക്കാവുന്നതാണ്. പ്രൈമറി യൂണിറ്റ് ഡയമെൻഷൻ ചെയ്യുമ്പോൾ യൂണിറ്റ് 0.00 നടക്കുന്നത്. 0.0 മതി. പ്രിസിഷൻ അതായത് 4.5 4.6 എന്നൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിസിഷൻ നമ്മൾ 0.0 കൊടുത്താൽ 4.56 എന്നാണെങ്കിൽ 0.00 വരും, പ്രിസിഷൻ വരും. ഓക്കെ, 4.5 മീറ്റർ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ പ്രാക്ടിക്കലി. അത്രയും പ്രിസൈസ് ആയിട്ട് കൊടുക്കൂലല്ലോ. 4 മീറ്ററും 5 സെന്റിമീറ്ററും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുക്കുക. അപ്പൊ 0.0 കൊടുത്താൽ മതി. സിമ്പിൾസ് ആൻഡ് ആരോസ് ഉണ്ട്. ആരോന്റെ സൈസ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ 5 കൊടുക്കാം. ഓക്കെ, ഓക്കെ അടിക്കുന്നു. എന്നിട്ട് ഇപ്പത്തെ ഡ്രോയിങ് അതിലോട്ട് വരുന്നുണ്ട്. സെറ്റ് കറന്റ് എന്ന് കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടി ഒന്ന് വലുതായി, കണ്ടോ, 1000 വന്നു. ഇതൊക്കെ ഒന്നും കൂടി വലുതായിട്ടുണ്ട്. മറ്റേ ഇതിനേക്കാളും ചെറുതായിരുന്നു, ഒന്നും കൂടി ഒന്ന് വലുതായി. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി വലുതാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. 5 പോരാ, അപ്പൊ ഒന്നും കൂടി സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ 5 നമുക്ക് വേണമെങ്കിൽ 10 കൊടുക്കാം. ഓക്കെ, ആരോന്റെ സൈസ് കൂട്ടി. ടെക്സ്റ്റിന്റെ സൈസ് വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടാം, വേണമെങ്കിൽ 10 കൊടുക്കാം അല്ലെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സെറ്റ് കറന്റ് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, ഒന്നും കൂടി വലുതായില്ലേ. യെസ്, ഒന്നുകൂടി വലുതായി നമ്മളെ ഡ്രോയിങ്. അപ്പോൾ ഒന്നും കൂടി അടിപൊളിയായി. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡയമെൻഷൻ. പിന്നെ ഈ ഡിസ്റ്റൻസ് ഈ വര ഇത് വേണമെങ്കിൽ ചെറുതാക്കാനുള്ള ഓപ്ഷനൊക്കെ അതിലുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ സ്റ്റൈലാണ് ഡിം സ്റ്റൈൽ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഷോർട്ട് കട്ട് എന്താണ്? വസീം പറ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഷോർട്ട് കട്ട് എന്താണ്? DIST. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് DI. ഓക്കെ, യെസ്. ഡിസ്റ്റൻസ് ലേബൽ ചെയ്യാൻ എന്താ ഉപയോഗിക്കുക? അബി പറ. ഓക്കെ, ഇത് ഡയമെൻഷൻ ചെയ്യണം, അതിന്റെ ഷോർട്ട് കട്ട് എന്താ? DLI. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ജ്യോതി പറ, ഡയമെൻഷൻ മോഡിഫൈ ചെയ്യാൻ എന്ത് ഷോർട്ട് കട്ട് ഉപയോഗിക്കുക? ജ്യോതിഷ്. ഓക്കെ, ജ്യോതിഷ് ജോയ് UEC പറ. നമ്മൾ വരച്ച ടൈം ഇപ്പൊ 1000 മീറ്റർ നമ്മളോട് വരച്ചു കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി സൈസ് കൂട്ടണം അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരണം. എന്ത് ഷോർട്ട് കട്ട് ഉപയോഗിക്കും? അല്ലെങ്കിൽ ഏത് ടൂളാണ് ഉപയോഗിക്കുക? ജ്യോതിഷിന് അറിയാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നില്ല. ഡിം സ്റ്റൈല്. ഡിം സ്റ്റൈൽ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്ര നമ്മൾ പഠിച്ചിട്ടുള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിം സ്റ്റൈൽ പഠിച്ചു. DLI വരെ നമ്മൾ പഠിച്ചു അല്ലെ, ഡയമെൻഷൻ ലൈൻ എന്ന് പഠിച്ചു. അടുത്താണ് പോളി ലൈൻ. പോളി ലൈൻ എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാം പോളി ലൈൻ?
നമ്മൾ നോർമൽ ലൈൻ ഇവിടെ നമ്മുടെ ടൂൾ ബാറിൽ ഇവിടെ മേലെ പോയി ലൈൻ എടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് കട്ടൊക്കെ മുകളിലും ഉണ്ട് കേട്ടോ, സാധനം അതേപോലെ കിടക്കുന്നുണ്ട്. ഇത് ലൈനാണ്. ഇനി പോളി ലൈൻ എന്താ, നമുക്ക് ഇവിടെ പോളി ലൈൻ ഓപ്ഷൻ ഉണ്ട്. ഈ പോളി ലൈൻ എടുത്തു, നമുക്ക് പോളി ലൈൻ ലൈൻ തന്നെയാണ്, എടുത്തു, ഇത് ലൈൻ വരച്ചു. എന്താ മാറ്റം, നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ലൈൻ നോർമൽ ലൈൻ ഇട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് വേറെ, ഈ ലൈൻ വേറെ, ഈ ലൈൻ വേറെ, ഇങ്ങനെ വരുന്നത്. ഈ പോളി ലൈൻ എടുത്ത് വരച്ചത് സെലക്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഒറ്റ ലൈൻ കണ്ടോ, സിംഗിൾ ലൈൻ ആയിട്ട് വന്നത്, ഇതെല്ലാം ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരുമിച്ച് വന്നു. ഇതാണ് പോളി ലൈനും നോർമൽ ലൈനും തമ്മിലുള്ള മാറ്റം. ക്ലിയർ ആണോ? പോളി ലൈനിന്റെ ഷോർട്ട് കട്ട്, ലൈനിന്റെ ഷോർട്ട് കട്ട് എൽ ആണ്, പോളി ലൈനിന്റെ ഷോർട്ട് കട്ട് എന്താണ്, പി എൽ. ഓക്കെ, പി എൽ എന്ന് ആണ് ഷോർട്ട് കട്ട് വരിക. അപ്പൊ പി എൽ അടിക്കുക, എൻ്റർ അടിക്കുക. ഇത് അടിച്ച് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അല്ല, ഒറ്റ സിംഗിൾ ലൈൻ ആയിട്ടാണ് ഇത് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റെക്റ്റാങ്കിൾ നമ്മൾ എന്താ വിളിക്കുക, പോളിഗൺ അല്ലെ, റെക്റ്റാങ്കിൾ പോളിഗൺ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ പോളി ലൈൻ എടുത്ത് വരയ്ക്കുന്ന RPC എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ, ഇത് നമ്മളൊരു പോളിഗൺ ആണ്. അപ്പൊ പോളി ലൈൻ എടുത്ത്, അപ്പൊ ഒറ്റ ഒബ്ജക്റ്റ് കിട്ടി, ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് സെലക്ട്. അപ്പൊ ഇതൊരു പോളിഗൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ പോളി ലൈൻ എടുത്ത് വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, പക്ഷെ സിംഗിൾ ലൈൻ എടുത്ത് വരച്ചാൽ സെപ്പറേറ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ ക്ലോസ്ഡ് ബൗണ്ടറി ഒക്കെ നമ്മൾ വരക്കണം എന്നുണ്ടെങ്കിൽ പോളി ലൈൻ എടുത്ത് വരക്കുന്നതായിരിക്കും ബെറ്റർ. ഗ്യാപ്പ് ഒന്നും വരാതെ നമുക്കൊരു ഡ്രോയിങ് വരക്കണം എന്നുണ്ടെങ്കിൽ പോളി ലൈൻ എടുത്തിട്ട് നമുക്ക് വരക്കാം. അപ്പൊ ഒരു ബൗണ്ടറി അല്ലെങ്കിലൊക്കെ നമ്മളൊരു ഹാച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ, പാറ്റേൺസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത ക്ലോസ്ഡ് ബൗണ്ടറി ആണെന്ന്. ഇപ്പൊ നമ്മൾ വരക്കണതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില രണ്ടറ്റങ്ങൾ ചിലപ്പോൾ കൂട്ടിമുട്ടിയിട്ടുണ്ടാവില്ല. പോളി ലൈൻ എടുത്ത് വരച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് ബൗണ്ടറി കറക്റ്റ് കിട്ടും. അതിന്റെ ഇടയിൽ ചിലപ്പോൾ കൂട്ടിമുട്ടാത്ത ഓപ്ഷൻ ഒക്കെ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഹാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റൂല, കാരണം ക്ലോസ്ഡ് ബൗണ്ടറി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളി ലൈൻ എടുത്ത് വരച്ചാൽ മതി. ക്ലിയർ ആണോ പോളി ലൈനിന്റെ പർപ്പസ് എന്താന്നുള്ള? ഓക്കെ, ക്ലിയർ ആണോ? പോളി ലൈനും സിംഗിൾ ലൈനും തമ്മിലുള്ള മാറ്റം മനസ്സിലായല്ലോ അല്ലെ. പോളി ലൈനിന്റെ ഷോർട്ട് കട്ട് PLY. ഓക്കെ, അടുത്താണ് മാച്ച് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മാച്ച് പ്രോപ്പർട്ടി, നമ്മൾ സപ്പോസ് റെക്ടാങ്കിൾ ആണ് അല്ലെ, ഇത് നമുക്ക് ഹാച്ച് ചെയ്യാൻ എന്താ ചെയ്യാം, HENTER അടിച്ചിട്ട് പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ഇഷ്ടമുള്ള പാറ്റേൺ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഈ പാറ്റേൺ കൊടുത്തു. ഓക്കെ, നമ്മുടെ വേറൊരു പാറ്റേൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പഠിച്ചു സെന്റർ അടിക്കുന്നു, നമുക്ക് ഇതിന് പാറ്റേൺ കൊടുക്കണം. ഇതിന് നമുക്ക് ഈ പാറ്റേൺ ആണ് ഇതിന് കൊടുക്കാൻ നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊരു വേറെ പാറ്റേൺ, ഇതൊരു വേറെ പാറ്റേൺ. ഓക്കെ, സപ്പോസ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഈ പാറ്റേൺ തന്നെ ഇതിനും വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇവിടെ എടുത്ത് പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. അതിന് പകരം നമുക്ക് ചെയ്യാം മാച്ച് പ്രോപ്പർട്ടി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ MA അടിക്കുക, മാച്ച് പ്രോപ്പർട്ടിക്ക് MA മാച്ച് പ്രോപ്പർട്ടി എന്ന് എൻ്റർ അടിക്കുക. എന്നിട്ട് സോഴ്സ് ഒബ്ജക്റ്റ് ഏത് പ്രോപ്പർട്ടിയാണ് മാച്ച് ചെയ്യേണ്ടത്, അപ്പം ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തു. ഇനി എന്തിനാണ്, അപ്പം ഈ പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനും ആ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ കൊണ്ടുവച്ചാൽ മതി. പറയുമ്പോൾ ഇതേ പാച്ച് പൊടിയും വന്നു, പാറ്റേൺ ഇങ്ങോട്ടനാക്കി. അങ്ങനെ ഏത് പ്രോപ്പർട്ടി മാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ ലൈനിന്റെ തിക്നെസ് 1 ആണെന്നുണ്ടെങ്കിൽ, ഈ റെക്ടാങ്കിൾ വരച്ച ലൈൻ 1 ആണെങ്കിൽ ഇതിന്റെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് മാച്ച് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മാച്ച് പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി മറ്റേ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രോയിങ് വരുമ്പോൾ അതിന്റെ യൂസ് കേസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി എനിക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞ? ഹലോ, യെസ്. ഓക്കെ, താങ്ക് യു. മാച്ച് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്തതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് എന്താ, AutoCAD ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കാം. സ്കെയിൽ ചെയ്യാൻ ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈന് 4 മീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ 2 ടൈംസ് സ്കെയിൽ ചെയ്താൽ മതി അല്ലെ. അപ്പോൾ 1:1 ആക്കി മാറ്റാനൊക്കെയാണ് സ്കെയിലിംഗ് ഉപയോഗിക്കുക. ഓപ്ഷൻസ് ആണ് അടുത്തുള്ളത്. OP എൻ്റർ, AutoCAD ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ OP അടിക്കുക, എൻ്റർ അടിക്കുക. ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഒരു ടാബ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. യെസ്, നമുക്ക് ഡിസ്പ്ലേ, ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. AutoCADന്റെ സെറ്റിംഗ്സ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേയുടെ കളർ മാറ്റണം. ഇവിടെ ഡാർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ ലൈറ്റ് ആക്കി മാറ്റാം.
ഇവിടെ ഡാർക്ക് ഇതാണ്, ഇവിടെ ടൂൾ ബാറിന്റെ കളർ. ലൈറ്റ് ആക്കിയാൽ ലൈറ്റ് കൊടുക്കാം, കളർ മാറ്റാൻ കളർ മാറ്റാം. ഓപ്പൺ ആൻഡ് സേവ്, ഓട്ടോകാഡിന്റെ ഡ്രോയിങ് എവിടെ സേവ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ മാറ്റി ഫ്ലോട്ട് ആൻഡ് പബ്ലിഷ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് 3D മോഡൽ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റർ, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കാണിക്കില്ല, പോയിന്റ് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഏരിയ ആണ് ഓപ്ഷൻസ് എന്ന ടൂള്. ഓക്കെ, ഓക്കെ അടിക്കുക, അപ്ലൈ എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൽ മാറ്റി ചേഞ്ചസ് ഇവിടെ കാണാം. ഓക്കെ, നമ്മളെന്തോ മാറ്റിയില്ലല്ലോ, കളർ മാറിയില്ല. OP എൻ്റർ അടിച്ചു. ഡിസ്പ്ലേ എല്ലാം നമ്മൾ ഡാർക്ക് ആണ്, ലൈറ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ എന്നിട്ടൊന്ന് ഓക്കെ അടിച്ചു. ഇവിടെ മാറിയില്ലല്ലോ. OP ഇവിടെ കൊണ്ട് ഡാർക്ക് ആയല്ലോടാ. ലൈറ്റ് ഇവിടെ വിൻഡോ നമുക്ക് ഡാർക്കോ വൈറ്റോ കളർ സ്കീം ചോദിക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കൊടുത്തു, എന്നിട്ട് അപ്ലൈ കൊടുക്കാം. കണ്ടോ ലൈറ്റ് ഇവിടെ ചേഞ്ചസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഓപ്ഷൻസിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുക ഓപ്ഷൻസ് എന്ന ടൂളിലാണ് ഉണ്ടാകുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഓട്ടോകാഡിന്റെ ഓരോ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ OP എന്ന് എൻ്റർ അടിച്ചിട്ട് അതിൽ മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ലൈൻ എൻ്റർ അടിച്ചിട്ട് ഈ പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കിൾ ചിഹ്നം, ഈ പോയിന്റ് കറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ കിട്ടണമെന്ന് എല്ലാവർക്കും ഇത് കിട്ടൂല. ഇത് കിട്ടണം എന്തുകൊണ്ടാ? നമ്മളൊരു മോഡ് ഓപ്പൺ ആക്കി വെച്ചോണ്ടാ. ഇതാണ് ആ മോഡാണ് ഇവിടെ കണ്ടോ. താഴെ നിങ്ങൾക്ക് കമന്റ് ബാറിന്റെ അടിയിൽ നമുക്ക് ഒരു മോഡ് ഓപ്പൺ ആയത് ഈ പോയിന്റ്. ഓക്കെ, സ്നാപ്പ് ഓൺ ആക്കി വെച്ചിട്ടാണെങ്കിൽ F3 ആണ് കേട്ടോ. സ്നാപ്പ് ഒബ്ജക്റ്റ് എന്നുള്ള ഇത് ഓൺ ആക്കി കഴിഞ്ഞാലാണ് ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുക. അല്ലെങ്കിൽ ഈ പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കറക്റ്റ് ഈ പോയിന്റ് കിട്ടണമെന്നുകൊണ്ടാണ് ഈ സ്നാപ്പ് ഓൺ ആക്കിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഡ്രോയിങ് ഒക്കെ എളുപ്പമാവും. പെർപെൻഡിക്കുലറിൽ വരണമെന്നുണ്ടെങ്കിൽ F8 ആണ്, സ്നാപ്പ് ആണിത്. ഓക്കെ, പിന്നെ ഇത് മോഡാണ്, ഗ്രിഡ് മോഡ് ഓപ്പൺ ആണെങ്കിൽ ഗ്രിഡ് മോഡ് ഉണ്ടാവും. വേറെ മോഡാണ് സ്നാപ്പ് മോഡ് ആണെങ്കിൽ സ്നാപ്പ് മോഡ് ഓൺ ആക്കിയിടാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്നാപ്പിന്റെ F3 ആണ് കേട്ടോ. നമുക്ക് ഈ പോയിന്റുകൾ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, സെലക്ഷൻ കിട്ടുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നാപ്പ് മോഡ് F3 ഓൺ ആക്കിയിടാം. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ക്ലിയർ ആണ് പറഞ്ഞത്. സ്നാപ്പ്, ഇത് സ്നാപ്പാണ്, ഇത് ഓർത്തോ മോഡാണ് പെർപെൻഡിക്കുലർ വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ ഗ്രിഡ് മാറി, ഡ്രോയിങ്ങോടെ ഗ്രിഡ് മാറി. കാരണം എന്താ, ഈ മോഡൽ ഞാൻ മാറ്റി. ഗ്രിഡ് വരണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തന്നെ സ്വിച്ച് ചെയ്യാം. കണ്ടോ, അപ്പൊ അങ്ങനത്തെ ഡ്രോയിങ്ങിന്റെ മോഡലൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ക്ലിയർ ആണ്. OP അടിക്കുക, എൻ്റർ അടിക്കുക. വീണ്ടും ഡാർക്ക് കളർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ഡാർക്ക് കൊടുക്കാം. ഇത് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്ലൈ കൊടുക്കുക, വീണ്ടും ഡാർക്കിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പൊ ദിസ് ഈസ് ഓപ്ഷൻ. ഓക്കെ, ലാസ്റ്റ് അപ്പൊ ഇന്നും ഏകദേശം 10 ടൂള് കവർ ചെയ്യാനായി. അടുത്താണ് സ്കെയില്. ഓക്കെ, അപ്പൊ ഈ വരച്ച റെക്ടാങ്കിൾ, ഇത് റെക്ടാങ്കിൾ ആണല്ലോ, നമുക്ക് ഇതിന്റെ ഡബിൾ, ഇതിന്റെ സൈസ് ഒന്ന് ഡബിൾ ആക്കണം, 2 ടൈംസ് വലുതാക്കണം. എന്താ ചെയ്യുക? സ്കെയിൽ എന്ന ഓപ്ഷൻ ഉണ്ട്, SC അടിക്കുക, എൻ്റർ അടിക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കുന്നു. സെലക്ഷൻ ആയി. എന്നിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് സ്കെയിൽ ചെയ്യണം. അപ്പൊ ഈ പോയിന്റ് കൊടുത്തു, കണ്ടോ, ഇതിനെ എങ്ങോട്ടാ സ്കെയിൽ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. എത്രയാണ്, എത്ര സ്കെയിൽ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്. അപ്പൊ 2 ടൈംസ് ആണെങ്കിൽ 2 അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇതിനെ ഡബിൾ ആക്കി നമ്മള്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിനെ ഒന്നുകൂടി ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഡബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ SC എൻ്റർ അടിക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിക്കുന്നു. ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യണം. ഉണ്ടോ, നമ്മുടെ സ്കെയിൽ ഫാക്ടർ ചോദിക്കുന്നുണ്ട്. ഡബിൾ ആണെങ്കിൽ 2 അടിക്കുക, രണ്ട് മടങ്ങാണ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ആയി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതാണ് സ്കെയിൽ. ഇപ്പൊ ലൈന് 100 മീറ്റർ ലെങ്ത്തിലുള്ള ലൈന് 200 ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 100 വീണ്ടും ഒരു 100 എടുത്തിട്ട് വരക്കാം, പുതിയ ലൈൻ വരക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം,
ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ അടിച്ചാൽ മതി. 2 ആണെങ്കിൽ 2 ടൈംസ് ആക്കാം, 3 ആണെങ്കിൽ 3 ടൈംസ് ആക്കാം. ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ സ്കെയില്? യെസ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ 20 ടൂള് നമ്മൾ കവർ ചെയ്തിട്ട് ഇന്നലെ ഇന്നുമായിട്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഹലോ. ഓക്കെ. അങ്ങനെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വരുമ്പോൾ കുറച്ച് ഞാൻ ഹോംവർക്ക് തരാം. ഇത് വരച്ചപ്പോൾ ഇത്രയും 20 ടൂൾ നമ്മൾ പഠിച്ചു അല്ലേ? ഈ ഡ്രോയിങ്ങും നിങ്ങൾ വരച്ചിട്ട് വരണം. ഓക്കെ. പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. വരച്ചിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം വരച്ചിട്ടുള്ള. ഓക്കെ. അപ്പൊ ഇതില് ഒരാള് ഈ ഹോംവർക്കാണ് കേട്ടോ, നാളെ വരുമ്പോ ചെയ്തുകൊണ്ടിരാനുള്ളത്. ഇതൊന്ന് ഫോട്ടോ എടുക്കുക ഗ്രൂപ്പിൽ ഒരാൾ ഫോട്ടോ എടുത്ത് ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഈ ഡയമെൻഷനിൽ നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ചെയ്ത് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യാം? ഓട്ടോകാഡിൽ വരച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ ഇടുക. ഈ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യണം? അങ്ങനെ വരച്ചിട്ട് ഒരു കള്ളിയിൽ നിങ്ങളെ പേരും കൂടി പേര് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടേണ്ടത്. ആരാണ് ഇതിൽ സ്ക്രീൻഷോട്ട് ഇട്ട ഗ്രൂപ്പിൽ? ലീഡേഴ്സ് ഒന്നും റപ്പന്മാരൊന്നും ഇല്ല, എന്നാലും ഞാൻ ഒരാളെ അസൈൻ ചെയ്യാണ് കേട്ടോ. ഇതിൽ ആരാ നല്ലത്? അരുണിമ. ഇവിടെ ഉണ്ടോ? അരുണിമ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യോ? ആരാ? മാസിൻ അജീത്. ആരാ ചെയ്തേ? യെസ്. എക്സാമ്പിൾ 1, 2 പിന്നെ അടുത്ത് എക്സാമ്പിൾ 3ഉം 4ഉം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടൂൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. 3ഉം 4ഉം. ഓക്കെ. അതും കൂടി ഇട്ടോ. മാസിൻ ഇട്ടോ. അത് ഡയമെൻഷനിൽ നിങ്ങൾ വരക്കുക. എന്നിട്ട് വരച്ചതിന്റെ അടിയിൽ നിങ്ങളെ പേരും കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. ഡയമെൻഷനിൽ നിങ്ങൾ വരക്കണം. എന്നിട്ട് നാളെ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഞാൻ ചെക്ക് ചെയ്യും ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓട്ടോകാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യാം? രണ്ടുപോയി. അരുണിയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് നാളെ നിങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ വരച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഗ്രൂപ്പിൽ. ഓക്കെ. അപ്പൊ നിങ്ങളാണ് വരച്ചത്. അപ്പൊ ഒരാൾ വരച്ചിട്ട് എല്ലാവരും അതിന്റെ കോപ്പി എടുത്തിട്ട് കാര്യമില്ല. വരച്ച ആളുകൾ ആ ഡ്രോയിങ്ങിൽ നിങ്ങളുടെ പേരും കാണണം. ഓക്കെ. പേര് ഇനി ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പേര് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളത്. പേരിന് എന്താ? ടെക്സ്റ്റ് ഇവിടെ മുകളിലുണ്ട്. ടെക്സ്റ്റ് എടുക്കുക, അങ്ങോട്ട് കള്ളി വരയ്ക്കുക. നിങ്ങളുടെ പേര്, അപ്പൊ എന്റെ പേര് സവാദ് എന്നാണ്. സവാദ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. പേരോടെ പോയി എൻ്റർ ചെയ്യാൻ. വരച്ചതൊക്കെ ആ ലിമിറ്റിന്റെ ഒക്കെ പുറത്താണ്. ഓക്കെ. പേര് ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് കേട്ടോ. ടെക്സ്റ്റ് എന്നുള്ള സൈൻ ഉണ്ട്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? പേര് SCWD വേണമെങ്കിൽ ഇതിന്റെ സൈസ് ഒക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പേരിന്റെ സൈസ് ഒരു 10 കൊടുക്കാം. ഓക്കെ. ഇങ്ങനെ പേര് എന്ത് ചെയ്യാന്ന് പിടിച്ച് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ പേരും കൂടി ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളാണ് വരച്ചതെന്ന് എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെ വരച്ചു എന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നമ്മൾ 20 ടൂള് പഠിച്ചു. ഓട്ടോകാഡ് ഈസ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓട്ടോകാഡിന്റെ ഓരോ ടൂളുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ടൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡ്രോയിങ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ഇതെങ്ങനെ വരയ്ക്കാന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ലൈൻ അടിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതെങ്ങനെ വരയ്ക്കാം? ഫസ്റ്റ് എക്സാമ്പിൾ എന്ത് ഐഡിയ ഉണ്ടോ? റെക്ടാങ്കിൾ വരയ്ക്കുക. 2 റെക്ടാങ്കിൾ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ സെന്റർ പോയിന്റ് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് റെക്ടാങ്കിൾ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ മതി. ഡയമെൻഷൻ ചെയ്യാം. ഇതൊരു സ്ക്വയർ വരയ്ക്കാൻ അല്ലെങ്കിൽ റെക്ടാങ്കിൾ 40, 50 റെക്ടാങ്കിൾ സർക്കിൾ എടുത്ത് ഈ പോയിന്റ് ഒരു സർക്കിൾ വരയ്ക്കുക. റേഡിയസ് 20 ബാക്കി ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അടുത്തതോ ഇത് വേണമെങ്കിൽ അതിങ്ങനെ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കുക. ഇവിടെ 30, ഇവിടെ 30 സ്ക്വയറിൽ വരയ്ക്കുക. ഇവിടെ റെക്ടാങ്കിളും ഈ ഡയമെൻഷനിലും ഇവിടെ സ്ക്വയർ റെക്ടാങ്കിൾ വെക്കുക. ബാക്കി ട്രിം ചെയ്ത് കളയാം. സിമ്പിളാണ്. അതുപോലെ ഇത് റെക്ടാങ്കിൾ വരയ്ക്കുക. ഈ പോയിന്റ് ഇവിടെ സർക്കിൾ വരയ്ക്കുക.
ഇതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് കണ്ടെത്തിയിട്ട് സർക്കിൾ ഇവിടുന്ന് വരച്ചാൽ മതി. ഇവിടുന്ന് കിട്ടി 10 റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വരക്കാം. ബാക്കി ട്രിം ചെയ്ത് കളയാം. സിമ്പിൾ ആണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. യെസ്. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ 10 ടൂള് പഠിച്ചു. അതിന്റെ ഒരു പ്രൊജക്ട് കാര്യങ്ങൾ നമ്മൾ 4 എക്സാമ്പിൾ അല്ലെ, 4 എക്സാമ്പിൾ തന്നു. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ, നമ്മളൊന്ന് ചെയ്തു നോക്ക്. ഒന്ന് വേണമെങ്കിൽ ചെയ്തു തരണോ, അതോ നമുക്കൊരു 7 മിനിറ്റ് കൂടി സമയമുണ്ട്, ചെയ്തു തരണോ അതോ നിങ്ങൾ ചെയ്തു തരുമോ? ചെയ്ത് കാണിച്ചു തരണം. എത്ര പേർക്ക് വേണം? ഹാൻഡ് റൈസ് ചെയ്യാം, ഞാൻ ചെയ്ത് ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. ഹാൻഡ് റൈസ് ചെയ്യാം. മെജോറിറ്റി ആളുകൾ ഇവിടെ 51 പേരുണ്ട്. ഒരു ഹാഫ് ആൻഡ് എബോ ആളുകൾ ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 3 ആള്, 5 ആള്, 6 ആള്. മെജോറിറ്റി ആളുകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. 13 ആളായിട്ടുള്ളൂ, പോരാ. 25 പേരെങ്കിലും ഓക്കെ പറയണ്ടേ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, 12 ആള്, 13 ആളേ ഉള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്തു വരും അല്ലേ? അപ്പൊ ഇത്ര പേരെ അവിടെ കേൾക്കുന്നുള്ളൂ പ്രോഗ്രാം, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, മൈസെൽഫ്. യെസ്, വൈഷ്ണവ് ഒത്തിരി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. 11 പേര്. ഓക്കെ, 51 പേരിലാകെ 11 പേർക്ക് ഞാൻ വേണമെന്ന്, ബാക്കിയുള്ള ആളുകൾക്ക് സ്വന്തം ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഞാൻ 2-3 ആൾക്കാർ കുറച്ച് ചോദ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. തീർത്ഥ രാജ് ഇവിടെ ഉണ്ടോ? ലെഫ്റ്റ് ആയാലും കേട്ടോ. പറയുമ്പോ ലെഫ്റ്റ് നിൽക്കുന്നുണ്ട് കുറെ പേര്. ഒന്നുമില്ലടാ, ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ റാൻഡായിട്ട്. ഓക്കെ, തീർത്ഥ ഇവിടെ ഉണ്ടോ? തീർത്ഥ എന്നാ വേണ്ട. കൃഷ്ണപ്രിയ, UK. ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യും. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഓക്കെ, ട്രിമ്മിന്റെ ഷോർട്ട് കട്ട് എന്താ? ട്രിമ്മിന്റെ TR എൻ്റർ ആണോ? എത്ര പ്രാവശ്യം എൻ്റർ അടിക്കണം? 2 പ്രാവശ്യം. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, ജിഹ അൻസാദ് ഇവിടെ ഉണ്ടോ? സിമ്പിൾ ചോദ്യം കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ജിഹ അൻസാദ് ഇവിടെ ഉണ്ടോ? നിങ്ങൾ ലൈവായിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ 1 മണിക്കൂർ വേസ്റ്റ് ആക്കല്ലേ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നില്ല, അതുകൊണ്ടാണ്. ജിഹ ഇവിടെ അല്ല, അപ്പൊ ജിഹക്ക് നമുക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കണ്ട അല്ലേ? വെറുതെ ഓൺ ആക്കിയിട്ട് പോവാ തോന്നുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല കേട്ടോ, റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. യെസ്, കാർത്തിക ഓമനക്കുട്ടൻ ഇവിടെ ഉണ്ടോ? ഓമനക്കുട്ട, ഹലോ. യെസ് യെസ്. നമ്മള് ഫില്ലറ്റിന്റെ യൂസ് കേസ് എന്താ? ഫില്ലറ്റ് ഒരു 2 സൈഡും കൂടെ ഇത് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്. ഷോർട്ട് കട്ട് എന്താ? FL അല്ലേ? F മാത്രം മതി കേട്ടോ. F ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് ചെയ്തോ? ഓക്കെ, സോറി. മാസിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച 2 ടൂളിന്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞോ. ടൂളും അതിന്റെ ഷോർട്ട് കട്ടും. ബ്ലോക്ക്, പിന്നെ ബ്ലോക്കിന്റെ ഷോർട്ട് കട്ട് എന്താ? ബി. ഓക്കെ, ബ്ലോക്ക് എന്തിനാ യൂസ് ചെയ്യാ? ബ്ലോക്ക് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. ലൈക്ക് 3-4 ഡ്രോയിങ് വരച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ബ്ലോക്കിനുള്ളിലാക്കി, ലൈക്ക് എല്ലാം കൂടി ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, യെസ്. വേറെ ടൂളും കൂടി പറ. ഡിസ്റ്റൻസ്. യെസ്, ഷോർട്ട് കട്ട് എന്താ? DI. ഓക്കെ, മെഷർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്ത ശ്രീനു എസ് കുമാർ രണ്ടോ? ശ്രീനു, യെസ്. കോർഡിനേറ്റർ ശ്രീനുവിന് നോട്ട് ചെയ്യട്ടോ. ശ്രീനുക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് വേണ്ട, നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഇബ്രാഹിം ഇഹ്സാൻ ഇവിടെ ഉണ്ടോ?
ഇബ്രാഹിം ഇഖ്സാൻ ഇവിടെ ഉണ്ടോ? സാറേ ഞാന് ഇന്നാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ വൈകിപ്പോയി. യെസ്. എപ്പോഴാ ജോയിൻ ചെയ്തേ? ഞാന് 8:30. പിന്നെ ഞങ്ങക്ക് ഒന്നും മനസ്സിലായില്ല. 8:30 ശേഷം ഒന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല കുറെ. പഠിപ്പിച്ചു. പിന്നെ 8:30 ലേറ്റ് ആയി കയറും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെ ശരിയാ? അല്ല ഓട്ടോകാഡ് അറിയാം. എന്താണെന്നറിയോ? ഓട്ടോകാഡ് ഓട്ടോകാഡ് എന്താന്ന് പറ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ ബേസ്. വേണ്ടിയിട്ട്. ഒരു ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓട്ടോകാഡിൽ നമ്മള് എന്തിനാ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും? അതുപോലെ പ്ലാൻ വരയ്ക്കാനും വരയ്ക്കാനെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണം, വേണ്ടേ? അപ്പൊ അതിന്റെ ഓരോ കമന്റുകൾ ഉണ്ട്. ആ കമന്റുകളാണ് ഇന്നായിട്ട് പഠിപ്പിച്ചത്. ഓക്കെ, ഇന്നലെ നമ്മളൊരു 10 ടൂളും ഇന്നൊരു 20 ടൂളും നമ്മൾ പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇനി ഓട്ടോകാഡ് തുറക്കുമ്പോൾ നമുക്ക് 3 കാര്യമാണ് സെറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞ ഓപ്ഷൻസ് സെറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ മീറ്ററിൽ വരക്കാം, സെന്റിമീറ്ററിലൊക്കെ വരക്കാം, അല്ലേ? അപ്പം വരക്കുന്ന പ്ലാൻ ഏത് യൂണിറ്റിലാണെന്ന് ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UN എന്നാണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, UN കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ എൻ്റർ അടിക്കുക. ഓക്കെ, മീറ്റർ അങ്ങനെ ഓക്കെ അടിക്കാം. ഓക്കെ, അതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ലിമിറ്റ് സെറ്റ് ചെയ്യണം. അതായത് ഇത് ഓട്ടോകാഡ് വലിയ പ്ലേഗ്രൗണ്ട് പോലെ, അപ്പൊ അതിന്റെ ഒരു പ്ലേഗ്രൗണ്ടിൽ ഒരു ഏരിയയിലാണ് നമ്മൾ വരക്കുക. പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. പിന്നെ ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, ലിമിറ്റിന്റെ ഷോർട്ട് കട്ട് LIMITS അടിക്കാം. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് കോർണറിൽ ഈ കോർണറിൽ 00, റൈറ്റ് കോർണർ 1000,1000. ആ ഏരിയയിലാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് കോർണർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇനീഷ്യൽ ഡ്രോയിങ്സ് ഒക്കെ. ഓക്കെ, ഇങ്ങനെ 2 ഇനീഷ്യൽ യൂണിറ്റുകളാണ് ഓട്ടോകാഡിൽ സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഡ്രോയിങ് ഒക്കെ നമ്മൾ വരച്ചു തുടങ്ങുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ് 10 ടൂൾ പഠിപ്പിച്ചു. ലൈൻ വരയ്ക്കാനുള്ള കമന്റ് L ആണ്, സർക്കിൾ C ആണ്, റെക്ടാങ്കിൾ ആണ്. കുറെ കമന്റുകൾ പഠിപ്പിച്ചു. ഇന്ന് ഒരു 10 കമന്റ് പഠിപ്പിച്ചു. ഷോർട്ട് കട്ട് ഉപയോഗിച്ചു. ഓട്ടോകാഡ് ഇൻസ്റ്റാൾഡ് ആണോ ഇബ്രാഹിം? ഇവിടെ ഉണ്ടോ? ഇബ്രാഹിം ഇഖ്സാൻ, എന്നോടാട്ടോ പറയണേ, നിനക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ചെയ്തതെന്ന്. പോയോ? ലേറ്റ് ആയി കയറി, ഇന്നലെ ജോയിൻ ചെയ്തിട്ടില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് തരണമെന്ന് ഞാൻ നാളേക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടീം. അപ്പോൾ എന്ത് ചെയ്യാ, ഓക്കെ ചെയ്ത് വരിക. ഞാൻ നാളെ നോക്കും. ഓക്കെ, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. 9 മണിയായി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.